എല്ലാ കൂട്ടുകാർക്കും ഹരിസൻ ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ പാഠത്തെക്കുറിച്ചാണ്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് വന്നിരിക്കുകയാണ്. ആ പുതിയ ടെക്സ്റ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 1ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് ദ വാംത്ത് ഓഫ് ലവ് എന്നാണ്. സ്നേഹത്തിൻ്റെ ആ ഒരു ചൂട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ യൂണിറ്റിന് അർത്ഥം കൊടുക്കാം. ഓക്കെ, ഇതിലാദ്യം ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാർക്ക് കാണാം. പാർക്കിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവിടെ ഒരു ഫാമിലി, ഒരു അച്ഛനും അമ്മയും ഒരു മകനും ഇരിക്കുകയാണ്. അവിടെ തൊട്ട് മുകളിൽ എന്തുണ്ട്, ഒരു മരമുണ്ട്. മരത്തിൽ കിളിയും കിളിയുടെ കൂടും അതിൽ കുറച്ച് കുഞ്ഞുങ്ങളുമുണ്ട്. ഓക്കെ, എർത്ത് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ വാചകമാണ് എർത്ത് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ ലവ്. സ്നേഹിക്കാൻ പറ്റിയ ശരിയായ സ്ഥലമാണ് ഭൂമി എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത് പോകാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 2 ചിത്രങ്ങളുണ്ട്. 1ാമത്തെ ചിത്രത്തിൽ ഒരു അമ്മയും ഒരു കുട്ടിയുമുണ്ട്. ആ കുട്ടി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന കുട്ടിയാണ്. 2ാമത്തെ പിക്ചറിലും ഒരു അമ്മയുമുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യുകയാണ്, സ്കൂളിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? 1ാമത്തെ കുട്ടി എന്താണ് ഇവിടെ ചെയ്യുന്നത്? 1ാമത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ നമുക്ക് മനസ്സിലാകും സ്കൂളിൽ പോകാൻ അവന് വളരെയധികം ഇഷ്ടമാണെന്ന്. ഓക്കെ, ഈസ് ഹി ഹാപ്പി? ചോദ്യം ഇതാണ്, അവൻ സന്തോഷവാനാണോ? ഈസ് ഹി ഹാപ്പി? യെസ്, അവൻ ഹാപ്പിയാണ്. യെസ്, ഹി ഈസ് ഹാപ്പി. വാട്ട് ഈസ് എ റീസൺ? എന്തായിരിക്കും ആ റീസൺ? അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കുട്ടിയാണ്. ചിലപ്പോൾ അന്ന് അവൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ ക്ലാസ്സിലേക്ക് പോകാനുള്ള ആദ്യത്തെ ദിവസമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, സന്തോഷത്തോടെ നിൽക്കുന്നത്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? 2ാമത്തെ കുട്ടിയെ കാണുമ്പോൾ എങ്ങനെയാണ്? അവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലേ. ദ സെക്കൻഡ് ബോയ് ഈസ് ക്രൈയിങ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? 2ാമത്തെ ബോയുടെ അമ്മ എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഇതാണ് 2 പിക്ചറും. ഓക്കെ, നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ, ആ ടീച്ചറിൻ്റെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ ടീച്ചറിൻ്റെ ആദ്യത്തെ ദിവസം, അതായത് സ്കൂളിലേക്ക് പോയ ആദ്യത്തെ ദിവസത്തിൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുമെന്നാണ് പറയുന്നത്. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലേക്കുള്ള ആ ഒരു ഫസ്റ്റ് ഡേ, പോയ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു? പുതിയ സ്കൂളാണോ അല്ലെങ്കിൽ പഴയ സ്കൂളിലേക്കാണോ പോയത്? കൂട്ടുകാരെല്ലാം പഴയ കൂട്ടുകാർ നിങ്ങളുടെ കൂടെയുണ്ടോ അല്ലെങ്കിൽ പുതിയ കൂട്ടുകാർ വന്നോ? എങ്ങനെയുള്ളതൊക്കെയാണ്. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കൂട്ടുകാരുമൊക്കെ എന്ത് ചെയ്യുക, അത് പങ്കുവയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ദ കിസ്സിംഗ് ഹാൻഡ്. ഓക്കെ, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്, ദ കിസ്സിംഗ് ഹാൻഡ്. In this story, a little raccoon named Chester is hesitant about going to school. Now, let's see what happens to him. ഈ കഥയെന്ന് വെച്ചാൽ ചെസ്റ്റർ എന്ന് പറയുന്ന ഒരു ലിറ്റിൽ റാക്കൂൺ. ഓക്കെ, നമ്മൾ ഈ ചെറിയ കരടിയെന്നോ അല്ലെങ്കിൽ ഈ മരപ്പെട്ടി എന്നൊക്കെ പറയത്തില്ലേ, ആ ഇനത്തിൽപ്പെട്ടതാണ് റാക്കൂൺ എന്ന് പറയുന്നത്. താഴെ നിങ്ങളുടെ പിക്ചർ കാണാം. അവൻ എന്ത് ചെയ്യാണ്, സ്കൂളിൽ പോകാൻ മടി പിടിച്ച് നിൽക്കുകയാണ്. അവൻ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് ഈ കഥയിലൂടെ നോക്കേണ്ടത്. ഓക്കെ, ഈ പിക്ചർ കണ്ടില്ലേ, ആ ബാഗുമായിരിക്കുന്ന കുട്ടിയാണ് ചെസ്റ്റർ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നത് ചെസ്റ്ററിൻ്റെ മദറാണ്. നമുക്ക് എന്തെങ്കിലും ചാപ്റ്ററിലേക്ക് പോകാം. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റാക്കൂൺ എന്ത് ചെയ്യുകയാണ്, ഒരു കാട്ടിൻ്റെ അറ്റത്ത് എഡ്ജിലായി വന്ന് നിന്നിട്ട് കരയുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. അവൻ്റെ അമ്മയോട് പറയുന്നു, എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. I want to read my books. I want to swing on my swing. Please, may I stay home with you? I want to stay home with you. എനിക്ക് അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കണം. I want to play with my friends. എനിക്ക് എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിക്കണം. I want to play with my toys. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളോടൊത്ത് കളിക്കണം. I want to read my books. എനിക്ക് എൻ്റെ ബുക്സ് വായിക്കണം. I want to sing on my swing. എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ആടണം. Please, may I stay home with you? ദയവ് ചെയ്ത് ഞാൻ അമ്മയെ കൂടെ വീട്ടിലിവിടെ നിന്നോട്ടെ. മിസ്സസ് റക്കൂൺ took Chester by the hand and nuzzled his ear. മിസ്സസ് റക്കൂൺ എന്ത് ചെയ്തു? മിസ്സസ് റക്കൂൺ എന്ന് വെച്ചാൽ ചെസ്റ്ററിൻ്റെ അമ്മയുടെ പേരാണ് മിസ്സസ് റക്കൂൺ എന്ന് പറയുന്നത്. അവൻ്റെ അമ്മ എന്ത് ചെയ്തു, അവനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അവൻ്റെ ചെവിയിലൊരു എന്താ പറയുക, ഒരു നുള്ളു കൊടുത്തു. നസിൽഡ് എന്ന് വെച്ചാൽ ഒരു ചെറിയ നുള്ളു കൊടുക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞത്? Sometimes we all have to do things we don't want to do. She told him gently. അവൻ്റെ അമ്മ അവനോട് പറയുകയാണ്, ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. വി ഡോണ്ട് വാണ്ട് ടു ഡു, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യണം, ചില സമയത്ത് ചെയ്യേണ്ടി വരും.
even if they seem strange and scary at first. But you will love school once you start. ചിലപ്പോൾ ആ കാര്യങ്ങൾ തുടക്കത്തിൽ വിചിത്രമായും പേടിയുള്ളതുപോലെ തോന്നും. പക്ഷെ നീ എന്ത് ചെയ്യും? സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂളിനെ ഇഷ്ടമാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെസ്റ്റർ റാക്കൂണിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. ഓക്കെ, അത് അവൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ്, സ്കൂളിൽ നീ പോകണം. അതായത് സ്കൂളിൽ പോകാൻ ആദ്യം നിനക്ക് പേടി തോന്നുമെങ്കിലും ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്കൂളിനെ ഇഷ്ടപ്പെടാൻ പറ്റും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് പുതിയ കൂട്ടുകാരെയും അതേപോലെ തന്നെ പുതിയ കളിപ്പാട്ടങ്ങളും ഇവിടെ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ പുസ്തകങ്ങളിവിടെ വായിക്കാൻ കിട്ടും. അതേപോലെ തന്നെ പുതിയ ഊഞ്ഞാലിൽ നിനക്കവിടെ ആടാനും പറ്റും. ബിസൈഡ്സ്, ഷീ ആഡഡ്, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. പോരാത്തതിന് അവൻ്റെ അമ്മ പറയുകയാണ്, എൻ്റെ കയ്യിലൊരു സീക്രട്ട് ഉണ്ട്, ഒരു മനോഹരമായൊരു സീക്രട്ട് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. അത് കേട്ട് കഴിഞ്ഞാൽ നീ വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെ നിനക്ക് സ്കൂളിലും തോന്നുന്നു പറയണത്. വീട്ടിൽ നിൽക്കുമ്പോൾ വാമും കോസിയും, വാമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചൂടെന്നല്ല, ആ ഒരു സ്നേഹമാണ്. കോസി എന്ന് വെച്ചാൽ ആ ഒരു അതും സ്നേഹം അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം എന്നാണ് പറയുന്നത്. വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെ നിനക്ക് എന്ത് ചെയ്യാം? സ്കൂളിൽ പോകുമ്പോഴും അനുഭവപ്പെടുമെന്നാണ് പറയുന്നത് ആ സീക്രട്ട് പറയുമ്പോൾ. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. തൻ്റെ കണ്ണുകൾ തുടച്ചിട്ട് ചെസ്റ്റർ എന്തോന്ന് ചെയ്തു? അമ്മയുടെ മുഖത്ത് ഇൻട്രസ്റ്റഡ്, അതായത് താല്പര്യമുള്ളതുപോലെ നോക്കി. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ? എന്ത് തരത്തിലുള്ള സീക്രട്ടാണ്? എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ്സസ് റക്കൂൺ. അവൻ്റെ അമ്മ പറഞ്ഞു, അതൊരു പഴയ സീക്രട്ടാണ്. I learned it from my mother and she learned it from her mother. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് ആ സീക്രട്ട് പഠിച്ചത്. എൻ്റെ അമ്മ അവരുടെ അമ്മയുടെ അടുത്ത് നിന്നാണ് അത് പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിനെ വിളിക്കുന്നത് കിസ്സിങ് ഹാൻഡ് എന്നാണ്. ദ കിസ്സിങ് ഹാൻഡ്? ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ ചോദിച്ചു, കിസ്സിങ് ഹാൻഡോ? അതെന്താ? വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു. ഞാൻ എനിക്ക് കാണിച്ചു തരാം എന്ന് ചെസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞു. Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. ചെസ്റ്ററിൻ്റെ അമ്മ ചെസ്റ്ററിൻ്റെ ഇടത് കൈ പിടിച്ച് അതിനെന്തോന്ന് ചെയ്തു? അവൻ്റെ വിരലുകളെ ഒരു ഫാന് പോലെ തുറന്നു വെച്ചു. ഇടത് കൈ പിടിച്ചിട്ട് ആ ഒരു ഫാന് പോലെ അവൻ്റെ വിരലുകളെ തുറന്നു വെച്ചു. ലീനിങ് ഫോർവേഡ്, മുന്നോട്ട് വന്നിട്ട് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മുന്നോട്ട് വന്നിട്ട് ചെസ്റ്ററിൻ്റെ കയ്യിലെ നടുവിലായിട്ട് അമ്മ എന്തോന്ന് ചെയ്തു? ഒരു കിസ് കൊടുത്തു, ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹേർഡ്. ചെസ്റ്റർ തൻ്റെ അമ്മ തൻ്റെ കയ്യിൽ വച്ച ആ ഒരു കിസ്സില്ലേ, അത് അവൻ്റെ കയ്യിലൂടെ കയറി നേരെ അവൻ്റെ ഹൃദയത്തിലോട്ട് പോയതായിട്ട് അവന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ഓക്കെ, അവൻ്റെ ആ സിൽക്കി, നല്ല സിൽക്ക് പോലത്തെ ആ ഒരു ബ്ലാക്ക് മാസ്ക്, അവൻ്റെ മുഖത്തെ ആ ഒരു മാസ്ക് പോലെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ബ്ലാക്ക് മാസ്ക്, അതുപോലെ ടിങ്കിൾ എന്ന് വെച്ചാൽ ഒന്ന് വിറച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ഇക്ലിയായി എന്നാണ് പറയുന്നത്. മിസ് റക്കൂൺ സ്മൈൽഡ്. അവൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നൗ when she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, mommy loves you, mommy loves you. ഓക്കെ, അവൻ്റെ അമ്മ പറയുകയാണ്, ഇനി എപ്പോഴെല്ലാമാണോ യു ഫീൽ ലോൺലി, നിനക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ യു നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ചെറിയൊരു സ്നേഹം, അതായത് വീട്ടിനെ നീ മിസ് ചെയ്യുന്ന സമയത്തോ വീട്ടിലോട്ട് വരണമെന്ന് തോന്നുന്ന സമയത്തോ നീ നിൻ്റെ കൈ എന്ത് ചെയ്യുക, പതിയെ നിൻ്റെ ചീക്കിലോട്ട്, അതിൻ്റെ കവിളിലോട്ട് വെച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുക, മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ കൈ കവിളിൽ വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കയ്യിലാണ് നേരത്തെ ചെസ്റ്റർ അമ്മ അവനെ കിസ് ചെയ്തത്. ആ കിസ്സാണ് അവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കയ്യിൽ വയ്ക്കാനായിട്ട് അമ്മ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കൈ കവിളിൽ വയ്ക്കുന്ന സമയത്ത് അമ്മ അവനെ കിസ് ചെയ്ത പോലെ അവന് തോന്നും. ആൻഡ് ദാറ്റ് വേ കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യുവർ വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ഓക്കെ, ആ കിസ്സ് നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ മുഖത്തിലേക്ക് വരികയും അത് നിനക്ക് നല്ല നല്ല ചിന്തകൾ, ടോസ്റ്റി വാം തോട്ട്സ്, നല്ല മനോഹരമായ ചിന്തകൾ, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിനക്ക് വരുമെന്നാണ് പറയുന്നത്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് എറൗണ്ട് ദ കിസ്. ഓക്കെ, ചെസ്റ്ററിൻ്റെ കൈ അമ്മ പിടിച്ചിട്ട് അതിന് നല്ല കെയർഫുള്ളായിട്ട് പതിയെ എന്തോന്ന് ചെയ്തു, അവൻ്റെ വിരലുകൾ ഇങ്ങനെ കിസ്സിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തു. ഓക്കെ,
നമ്മുടെ കൈക്കകത്ത് എന്തെങ്കിലും ചെറിയ സാധനം വെച്ച് ഇങ്ങനെ മടക്കി പിടിക്കത്തില്ലേ, അതേപോലെയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. അവൻ്റെ അമ്മ അവനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു, ഈ കിസ് എന്ത് ചെയ്യരുത്, നീ കളയരുത്, സൂക്ഷിച്ച് വെക്കണം. ബട്ട് ഡോണ്ട് വെറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. പക്ഷെ നീ പേടിക്കണ്ട, ഫുഡ് കഴിച്ചതിന് ശേഷം നീ കൈ കഴുകിയാൽ പോലും ആ കിസ് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല, അത് നിൻ്റെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചിരിക്കുമെന്നാണ്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ഓക്കെ, ചെസ്റ്ററിന് അവൻ്റെ ആ കിസ്സിങ് ഹാൻഡിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ എവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. ഇപ്പോൾ അവനറിയാം അവൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം എവിടെ പോയാലും അവൻ്റെ കൂടെ കാണും, സ്കൂളിൽ പോയാലും കാണും. That night, Chester stood in front of his school and looked thoughtful. അന്നേ ദിവസം രാത്രി ചെസ്റ്റർ അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുകയാണ്. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻ. പെട്ടെന്ന് അവൻ എന്തോന്ന് ചെയ്തു, അവൻ്റെ അമ്മയുടെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഗിവ് മീ യുവർ ഹാൻഡ്, ഈ ടോൾഡർ, അമ്മയുടെ കൈ തരൂ. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈ തൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിനെന്ത് ചെയ്യുകയാണ്, ആ വലിയ പരിചിതമുള്ള കൈകൾ, ഫെമിലിയർ എന്ന് വെച്ചാൽ പരിചിതമുള്ള കൈകളെ, അതിലെ വിരലുകളെ ഒരു ഫാന് പോലെ ഇങ്ങനെ അൺഫോൾഡ് തുറക്കുകയാണ്. നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്. എന്നിട്ട് അവൻ എന്തോ ചെയ്തു, മുന്നോട്ട് വന്ന് ആ കൈയുടെ നടുവിലായിട്ടൊരു കിസ് കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ അമ്മയുടെ കയ്യിൽ എന്തുണ്ട്, ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. ഒരു മൃദുലമായ ഗുഡ് ബൈയോട് കൂടിയാണ് അവൻ എന്തോ ചെയ്തത്, ആ കിസ് അവൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തത്. ഐ ലവ് യു, ജസ്റ്റ് സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാഷ്ഡ് അവേ. അവൻ തിരിഞ്ഞ് നടന്നു പോകുന്ന വഴിക്ക്, ഓക്കെ, കളിച്ച് നടന്നു പോകുന്ന വഴിക്ക് പറയുകയാണ് ഐ ലവ് യു എന്ന് അമ്മയോട് പറയുകയാണ്. ഓക്കെ, ജസ്റ്റ് സ്കൂളിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. മിസ് റക്കൂൺ വാച്ച്ഡ് ജസ്റ്റ് സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. ഓക്കെ, അപ്പോൾ ചെസ്റ്റർ എന്തോ ചെയ്യുകയാണ്, നടന്ന് കിടന്ന്, സ്കാമ്പർ എന്ന് വെച്ചാൽ നടന്ന് കിടന്ന് പോകുന്നത് അവൻ്റെ അമ്മ ഒരു മരത്തിൻ്റെ പുറകിൽ നിന്നിങ്ങനെ കാണുകയാണ്. At the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അത് ഇന്നത്തെ വർഷത്തെ, അത് ആ വർഷത്തെ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തെ ബെല്ലടിച്ചതും അവൻ്റെ അമ്മ എന്ത് ചെയ്യുകയാണ്, ആ ഇടത് കൈ അവൻ്റെ അമ്മയുടെ കവിളിലേക്ക് വെച്ച് ചിരിക്കുകയാണ്. The warmth of Chester's kiss filled her heart with special words. അവൻ്റെ അമ്മയുടെ കയ്യിൽ ആ ജസ്റ്റ് എന്തോ ഇത് കിസ് കൊടുത്തില്ല, ആ കിസ്സാണിപ്പോൾ കവിളിൽ വെച്ചിരിക്കുന്നത്. ആ കിസ്സിൻ്റെ ആ ഒരു ചൂടും ആ ഒരു സ്നേഹവും അമ്മയുടെ ഹൃദയത്തെ മനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എന്ത് ഫില്ല് ചെയ്യുകയാണ്, നിറയ്ക്കുകയാണ്. ആ വാക്കുകൾ ഇതാണ്, ജസ്റ്റർ ലവ്സ് യു, ഇറ്റ്സ് ആൻ ജസ്റ്റർ ലവ്സ് യു. അതിങ്ങനെ പാടുകയാണ്, അത് പറയുകയാണ്, ജസ്റ്റർ ലവ്സ് യു, ജസ്റ്റർ ലവ്സ് യു. ഓക്കെ, ഇതാണ് കഥ. കഥ ഒന്നുമില്ല. ജസ്റ്റർ എന്ന് പറയുന്നൊരു റക്കൂൺ എന്ത് ചെയ്യാണ്, സ്കൂളിൽ പോകാൻ മടി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവന് സീക്രട്ട് പറഞ്ഞു കൊടുത്തു, അവൻ്റെ കയ്യിലൊരു കിസ് ചെയ്ത് കൊടുത്തു. എന്നിട്ടത് കവിളിൽ വയ്ക്കാൻ പറഞ്ഞു. എപ്പോഴെല്ലാമാണോ നിനക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അമ്മയെ കാണണമെന്ന് തോന്നുന്നത്, വീട്ടിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ വിഷമം തോന്നുന്നത്, അപ്പോൾ എന്ത് ചെയ്യുക, കൈയെടുത്ത് നിൻ്റെ കവിളിൽ വയ്ക്കുക, അപ്പോൾ ഞാനിവിടെ ഉള്ളതുപോലെ തോന്നും. ഇതേ കാര്യം തന്നെ എന്തോ ചെയ്തു ചെസ്റ്റർ അവൻ്റെ അമ്മയ്ക്കും ചെയ്തു. അമ്മയുടെ കയ്യിൽ എന്തോ ചെയ്തു, കിസ് ചെയ്ത് കൊടുത്തിട്ട് അവൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ കഥയെന്ന് പറയുന്നത്. ഈ കഥ എഴുതിയിട്ടുള്ളത് ആരാണ്, ഓഡ്രി പെൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്. നമുക്ക് അവരെക്കുറിച്ച് നോക്കാം. ഓഡ്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കായി കഥ എഴുതുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് ഓഡ്രി പെൻ എന്ന് പറയുന്നത്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. മനുഷ്യരുടെ ഗുണങ്ങളുള്ള റക്കൂൺസിനെ വെച്ച് നിർമ്മിച്ച ഒരു പിക്ചർ ബുക്ക് കിസ്സിങ് ഹാൻഡ്. നമ്മളെ പഠിച്ച പാഠത്തിൻ്റെ പേരും ദ കിസ്സിങ് ഹാൻഡാണ്. ആ ബുക്കിൻ്റെ പേരിലാണ് അവരെ കൂടുതൽ അറിയപ്പെടുന്നതാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാതെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക.